മോഹൻലാലിന്റെ കാറ്റാടി ഏതാ ഇതിനകത്ത്? ഈ പ്രദേശവാസിയാണോ? പേരെന്നാ? പേര് വാസുപിള്ള. വാസുപിള്ള എന്നാ ചെയ്യുന്ന ജോലിയൊക്കെ? ജോലി കൃഷിപ്പണികൾ. ഇവിടെ കൃഷിയൊക്കെ ഉണ്ടോ? ഈ രാമക്കൽമേട് കാറ്റല്ല വേറെ കൃഷിയുണ്ടോ? എന്നാ കൃഷിയുള്ളൂ ഇവിടെ? ഏലം. ആഹാ, ഏലം കൃഷിയൊക്കെ ഉണ്ടല്ലേ? ഇവിടെ ഏലത്തോട്ടം ഞങ്ങൾ വന്നപ്പോ കണ്ടില്ല അടുത്തൊന്നും. ആണോ? ആ, ഏലം മെച്ചമാണോ? ഈ കാറ്റാടി നമുക്ക് മേടിച്ചു വെക്കാൻ പറ്റുമോ അറിയാം? എനിക്ക് പൈസ ആകുമ്പോ എനിക്ക് ഇവിടെ ഒരു കാറ്റാടി മേടിച്ചു. അല്ല, സത്യം പറഞ്ഞ് എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്തിനാ ഈ കാറ്റാടിയിലെ ഇവിടെ വെച്ചേക്കണേ. കാറ്റ് കൊള്ളാൻ വേണ്ടി വെച്ചേക്കുന്നത് കാറ്റാടി. അതൊന്നുമല്ല. മോഹൻലാലിന്റെ കാറ്റാടി ഏതാ ഇതിനകത്ത്? മോഹൻലാല് പറഞ്ഞിട്ടുണ്ട് പറയരുതെന്നല്ലേ? മോഹൻലാല് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിന്റെ കാറ്റാടി കാണിച്ചു കൊടുക്കുന്നത്. വേല കൊള്ളാമല്ലോ. വേല കൊള്ളാമല്ലോ. ഹായ്, ഇടുക്കി എപ്പോഴും നമുക്ക് നമ്മളെ പ്രത്യേകതകൾ കൊണ്ട് ഞെട്ടിച്ചുകൊണ്ടിരിക്കും. ഇടുക്കിയുടെ പല പ്രദേശങ്ങളും ചെല്ലുമ്പം പല തരം പ്രത്യേകതരമായ കാഴ്ചകളാണ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് രാമക്കൽമേടാണ്. നിങ്ങളെല്ലാവരും വ്ളോഗിലും യൂട്യൂബിലും ഒക്കെയും കണ്ടിട്ടുള്ള കാറ്റാടിപ്പാടം ഉള്ള സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. നല്ല കാറ്റാണ് കേട്ടോ. ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, മിക്കവരും വണ്ടിയിലാണല്ലോ വരുന്നത്. നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് താഴെ വരെ വരാൻ പറ്റും. അതായത് കാറ്റാടികൾ നിൽക്കുന്നതിൻ്റെ ചോട് വരേക്ക് നമുക്ക് വണ്ടി ഡ്രൈവ് ചെയ്ത് വരാൻ പറ്റും. സാമാന്യം കുഴപ്പമില്ലാത്ത റോഡൊക്കെ ഉണ്ട്. സോ ഇടുക്കിയിലുള്ള ഞാൻ പോലും മുമ്പ് രാമക്കൽമേട് വന്നപ്പോഴും ഈ കാറ്റാടിയുടെ ചോട്ടിൽ വരെ വന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇങ്ങോട്ട് വണ്ടി കയറി വരുന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. അപ്പോൾ മടിക്കേണ്ട, നിങ്ങൾക്ക് ഇങ്ങോട്ട് ഡ്രൈവ് ചെയ്ത് വരാം, കാഴ്ചകൾ ആസ്വദിക്കാം. അടിപൊളി വൈബാണ്. ഇതിപ്പോൾ ഏത് മാസമാണ്? ഒക്ടോബർ മാസം പോലും നല്ല അടിപൊളിയാണ്. വലിയ ചൂടൊന്നുമില്ല കേട്ടോ. സൂപ്പർ ക്ലൈമറ്റാണ്. ദൂരെ പോലും മലനിരകളിൽ നിൽക്കുന്ന കാറ്റാടികൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ശക്തമായ കാറ്റാണ്. നന്നായിട്ട് കാറ്റാടികൾ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരെയും നമ്മൾ ഇങ്ങോട്ട് വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഉദ്ദേശിക്കും പോലെ ഒന്നുമല്ല കേട്ടോ, ശരിക്കും കാറ്റുണ്ട്. പിന്നെ ഈ ഫാനുണ്ടല്ലോ, ഈ കാറ്റാടിയുടെ ആ ലീഫിൽ നമ്മൾ കാറ്റ് പിടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. ഭയങ്കര ബഹളമാണ് ഇവിടെ. വീഡിയോ വ്ളോഗാണ് കേട്ടോ. എം ജോക്കിരിൻ രാജപുരം ഫേസ്ബുക്ക്. കാറ്റാടിപ്പാടം കണ്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എവിടുന്നാ വരുന്നത് നിങ്ങള്? ഞങ്ങള് ചക്കുളം. തിരുവനന്തപുരമാണോ? അല്ലല്ല, ഇവിടെ ഇടുക്കിയിലോ? ചക്കക്കുളം അങ്ങനെ സ്ഥലമുണ്ടോ? ചക്കുളം അല്ല, ചക്കുവള്ളം. ആ, ചക്കുവള്ളംകാരനാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു. നല്ല വിശാലമായ തുറന്നൊരു പ്രദേശമാണ്. നല്ല കാറ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് നിന്ന് എങ്ങനെ കറണ്ട് ഉണ്ടാക്കുന്നത് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് പറഞ്ഞു തരാൻ അറിയാവുന്ന ആരെങ്കിലും നമ്മൾ കിട്ടും. അപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിറച്ച് വിനോദസഞ്ചാരികളാണ് കേട്ടോ. ഇന്ന് അടിപൊളി വൈബാണ്. മഴയൊക്കെ മാറി നല്ല അടിപൊളി കാലാവസ്ഥ. ഫോട്ടോ എടുക്കാനൊക്കെ പറ്റി കുടുംബമായിട്ടൊക്കെ ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. കാറ്റാടിപ്പാടം വന്നിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. എവിടുന്നാ വരുന്നത്? നമ്മൾ തിരുവനന്തപുരം. മൈക്ക് പിടിച്ചോ? നിനക്കുള്ളതാണ്. ഇങ്ങനെ പേടിക്കല്ലടാ. നീ സംസാരിച്ചോ? എവിടെയൊക്കെ പോയി? രാമക്കൽമേട്, കമ്പന്തേനി. കമ്പൊക്കെ പോയല്ലേ? അപ്പൊ കമ്പം പോയിട്ടാണോ വന്നിപ്പോ? അപ്പം ഈ ഇവിടെ നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ട? രാമക്കൽമേട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇവിടുത്തെ വ്യൂ പോയിന്റ് ഇഷ്ടപ്പെട്ട ആണോ? ഇത് മുമ്പ് എവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇത്ര വലുത് കണ്ടിട്ടില്ല. ഇല്ല, സിനിമയിലെ കണ്ടിട്ടുണ്ടോ? അടിപൊളി എക്സ്പീരിയൻസ്. പറയാനുണ്ടോ? കൊള്ളാം, എല്ലാരും പറഞ്ഞു അങ്ങോട്ട്. ആണല്ലേ? നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും.